എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫ് ഷോൾഡർ ടോപ്പാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1/2 മീറ്റർ വേണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം. ഇനി നമ്മൾ തുണി ഇതുപോലെ ആദ്യം തന്നെ 2 ആയിട്ടൊന്ന് മടക്കിയിടാം. പിന്നെ ഒന്നുകൂടി മടക്കാം കേട്ടോ. അപ്പോൾ തുണി 4 ആയിട്ട് നമ്മൾ മടക്കിയിടാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രം മടക്കാം കേട്ടോ, മൊത്തമായിട്ട് മടക്കണ്ട. ഇനി ഇതുപോലെ ഒരു അളവ് ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ 2 ആയിട്ട് മടക്കിയിട്ട് ഈ മടക്ക് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ താഴോട്ട് ആ ഷേപ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. അളവിനേക്കാൾ 1 ഇഞ്ച് നമ്മൾ തുണിയിലെടുക്കണം നമുക്ക് മടക്കി തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചതിന് വിട്ടിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ നീക്കി വരയ്ക്കുകയാണ്. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടൻ്റെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവും. അപ്പോൾ 1.5 ഇഞ്ചെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് നെക്ക് വരയ്ക്കണം. അത് നമ്മൾ ഒരു 1/4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗം ഇത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ ഇപ്പോൾ 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മോൾക്ക് വന്നിട്ടുള്ളത് ഷോൾഡർ 4 ഇഞ്ച്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് ടോപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ആ സൈഡൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ 2 പീസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആം ഹോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒരു മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും 2 മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ ഈ 2ഉം നമ്മൾ അതുപോലെ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മോശം വശത്താക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല വശത്തല്ല, ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമ്മൾ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കാണ് കേട്ടോ. 2 തുണിയുടെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വശം മനസ്സിലാവുന്നുണ്ടാവില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. 2 നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം 20, അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട് 40 ഇഞ്ച് ലെങ്ത്തിൽ. പിന്നെ 8 ഇഞ്ചാണ് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കണം. നിങ്ങൾക്ക് എത്രയാണ് അളവ് വരുന്നത്, കുഞ്ഞിന് ആ ഷോൾഡറിൻ്റെ ഭാഗം എത്രയാണ് വരുന്നത്, അതിൽ നിന്ന് 20 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. നമുക്ക് ചുരുക്കലിട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് 2ഉം ചേർത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 2 സൈഡും കൂട്ടി തുന്നിയെടുക്കുക. ഇനി നമ്മൾ ഈ തുണി നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിലൊന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് എന്താ പറയുക, റഫിൾസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ 2 സൈഡും തുന്നി എടുത്തില്ലേ, ആ തുണിയില്ലേ അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ആ തുണിയുടെയും നമ്മൾ 2ഉം ജോയിൻ ചെയ്ത് അടിച്ച അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ 2 സെൻറ്ററുകളും ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇതുപോലെ
കണ്ടോ, തുണിയുടെ നല്ല വശത്താണ് ചെയ്യണത്. നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ വെച്ച് കൊടുക്കണം. ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം ഇതുപോലെ തുണിയുടെ നല്ല വശത്താണ് നമ്മൾ അത് വെക്കണത്. സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 2 സെന്ററും ഒരുമിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാം. അതൊന്ന് പിൻ ചെയ്തെടുക്കാം കേട്ടോ. ഒരു കുറച്ചുകൂടി ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പിൻ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. കണ്ടോ, ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ പിൻ ചെയ്തെടുക്കുക. അതുപോലെ 2 ഇതും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെഷർമെൻ്റ് ആണ്. നിങ്ങൾ കുഞ്ഞിൻ്റെ എന്താ പറയുക, ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കണം. അത് നിങ്ങൾക്ക് എത്രയാണ്? ഇപ്പോൾ മോൾക്ക് ഞാൻ പറയാം 22 എനിക്ക് മോൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ ഒരു 20 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര ചുരുങ്ങിയൊക്കെ എടുക്കണം, ഐ മീൻ അവിടെ എത്ര ഇത് വേണം എന്നുള്ളത് നോക്കിയിട്ട്. കുറച്ചുകൂടി തുണി എടുത്തു കഴിഞ്ഞാൽ അത് ചുരുങ്ങി കിടക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 20 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ തുണിയുടെ 2 പീസ് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. അത് മാത്രം നിങ്ങൾ ആ കട്ട് ചെയ്യുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ ആ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 20 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അങ്ങനെയാണ് 2 പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ മറ്റേ സൈഡും സെൻറ്റർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ വെക്കുന്നുണ്ട്. ആ ഭാഗം മുഴുവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോണത്. ഇതുപോലെ വരാം. ബാക്കി തുണി അങ്ങനെ കിടന്നോട്ടെ, നമുക്കത് മടക്കി ഇലാസ്റ്റിക് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്കപ്പോൾ കിട്ടുക. പിൻ ചെയ്ത് കിട്ടുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ആദ്യം ഒരു മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ശ്രദ്ധിക്കുക. ആദ്യം ഒരു മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കുക. ഒരു 3/4 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കാം. ഉണ്ടോ, ഇതുപോലെ ആ തുണി മുഴുവൻ നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. കണ്ടോ, ഇതുപോലെ ചുറ്റും അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ 3/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് അതിലൂടെ ഇലാസ്റ്റിക് ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുക്കുക. അപ്പം എന്നിട്ടൊരു പിൻ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. അപ്പോൾ ആ ലെങ്ത് അത് ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റ് ഞാൻ വന്നത് 22 അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുഞ്ഞിന് എത്രയാണോ ആ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നെക്കും അത് വരുന്ന ഭാഗം, നമ്മുടെ ടോപ്പ് കിടക്കുന്ന ഭാഗം, അതിൻ്റെ മെഷർമെൻറ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 4 ഇഞ്ചോ 5 ഇഞ്ചോ കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 18 എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ ആ ഇത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. ഉണ്ടോ, ഇതിപ്പോൾ മുഴുവനായിട്ട് ഇലാസ്റ്റിക് കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചുരുക്കൊക്കെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ രണ്ടും ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ തുന്നിയെടുക്കുക. ഇപ്പം ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം. ഗ്യാപ്പ് ഇട്ടില്ലേ, അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് മടങ്ങിപ്പോവും. പിന്നെ നമ്മൾ ആ റഫിൾസിൻ്റെ താഴെ ഭാഗം ഒന്ന് അടിച്ചെടുക്കണം. ഈ താഴെ ഭാഗം അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വെച്ചില്ലേ, അതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാട്ടോ. ഡെഫിനറ്റായിട്ട് ഞാൻ പറഞ്ഞുതരും. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.